അപ്പോൾ നമ്മൾ ഓണം സീരീസിലെ അടുത്ത വിഭവമായിട്ടാണ് തോന്നേക്കണേ കാളൻ ഉണ്ടാക്കിയല്ലോ. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കായ വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു. വെള്ളം തിളയ്ക്കല്ല, ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അടുത്ത സാധനങ്ങളൊക്കെ ഇടും കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കായും വെളുത്തുള്ളിയും പിന്നെന്താ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ വെള്ളത്തിലേക്കിട്ട് കായ വേവിക്കണം നമുക്ക്. മുളക് പൊടി ഇട്ടു, പിന്നെന്താ മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ ഉപ്പും. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കും. കായ വേവണമല്ലോ. അപ്പോൾ കായ വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ വെക്കുന്നത്. കുക്കറിലൊന്നല്ല ഇവിടെ വെക്കാറ്, ഇവിടെ ഉരുളി തന്നെയാണ് വെക്കുന്നത്. എല്ലാം തന്നെ കുക്കറിലൊന്നും ഇടാറില്ല, അടുപ്പത്ത് കിടന്ന് വേവിക്കുകയാണ് ഇവർ ചെയ്യാറ് എന്നും. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വേവിക്കാൻ വെച്ചാണ് കേട്ടോ. വെന്ത് വന്നിട്ട് നോക്കാം. നമ്മുടെ ഇതൊക്കെ തിളച്ചു, കായ വെന്തു കേട്ടോ. ഇപ്പോൾ നോക്കി എങ്ങനെ കായ വെന്തോ നോക്കണേ. കണ്ടോ, ചട്ടകം വെച്ചിട്ട് കുത്തുമ്പോൾ കായ പൊട്ടി പോകുന്നുണ്ട്. വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കായ വെന്തു മനസ്സിലായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കും കേട്ടോ. തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. തിളയ്ക്കുന്നതിൻ്റെ ക്ലോസപ്പ് ഒന്ന് എടുത്തതാണ് ഞാൻ. തേങ്ങയും ജീരകവും പിന്നെന്താ വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കും. അങ്ങനെ ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം മോരൊഴിക്കാൻ. കാരണം മോരൊഴിച്ചാൽ നമ്മൾ തിളപ്പിക്കില്ല, മോര് ചൂടാവാൻ മാത്രമേ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെയായി, സെറ്റായിട്ട് പോകുന്നു. ഞാൻ പൂവൊക്കെ ഇട്ട് രാവിലെ എൻ്റെ ഓണം അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഒരു വലിയൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. തിരക്കനുസരിച്ചായിരിക്കും, പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കും അതിടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ഇടണമെന്ന് അങ്ങനെ. കാരണം അതൊരു ഒരു മെമ്മറി പോലെയാണല്ലോ. അന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ എടുത്ത് നോക്കാമല്ലോ അന്നത്തെ വീഡിയോ എന്തായിരുന്നു എന്ന്. അപ്പോൾ അത് സർപ്രൈസാണ്. ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ തിളച്ചിട്ടോ. തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചു. പിന്നെ ഏതെങ്കിലും വീഡിയോസ് ഇനി ആർക്കെങ്കിലും ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ഇടാൻ ശ്രമിക്കാം. ഉപ്പിട്ടു. ആദ്യം നമ്മൾ കായ വേവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഉപ്പിട്ടത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇടാണ്. തേങ്ങ ഒഴിച്ചു. പിന്നെ ഇനി മോരൊഴിക്കണം. അതിൻ്റെ ഉപ്പ് അതിനിടാൻ മീൻസ് അതിന് വേണ്ടിയ ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുന്നത്. അങ്ങനെ അപ്പോൾ വീഡിയോസ് എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞാൻ ഇന്നും ഒരു ദിവസം പായസത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീഫിൻ്റെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ ബീഫ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓണം ആയതുകൊണ്ടും വെജിറ്റേറിയൻ ആണ് എല്ലാവരും ആയതുകൊണ്ടും മീൻസ് എല്ലാവരും ഓണസദ്യ ആണ് നോക്കുന്നത് കൊണ്ടും ബീഫിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. നോൺ വെജൊന്നും അങ്ങനെ ഇല്ല, അത് കാരണം കൊണ്ട് അത് കിട്ടിയിട്ടില്ല. എപ്പോൾ കിട്ടുന്നോ ഞാൻ അപ്പം ഇടാം കേട്ടോ. എപ്പോഴാണെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇടും. ഇവിടുന്ന് പോണതിന് മുന്നേ ആണെങ്കിൽ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ബീഫിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പം ഞാൻ ശ്രമിക്കാം. മിന്നുവിനോടാണ് കേട്ടോ, ഞാൻ ശ്രമിക്കും മിന്നു, ഉറപ്പായിട്ടും. നമ്മളിനി മോരൊഴിക്കാൻ പോവാണ്. ഇത് തിളച്ച കേട്ടോ, നന്നായിട്ട് തിളച്ചു. ഇളക്കിക്കൊണ്ട് മോരൊഴിക്കും, ഇല്ലേ ചിലപ്പോൾ പിരിഞ്ഞു പോയാലോ. മോരും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പിരിയും. അപ്പോൾ ഇളക്കിക്കൊണ്ട് മോരൊഴിച്ചു. ഇനി മോര് ചൂടാവാനേ വിടുള്ളൂ. ചൂടായിട്ട് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യും, തിളയ്ക്കാൻ വിടില്ല. ചിലവരിങ്ങനെ തിളച്ച് മോര് കറി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ തിളപ്പിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളവും തൈരിൻ്റെ ഒരു കട്ടിയുള്ള ഭാഗം വേറെയും ഇങ്ങനെ സെപ്പറേറ്റ് ഇരിക്കില്ലേ, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ചെയ്യില്ല. മോര് നന്നായിട്ട് ചൂടാവാനേ വിടുള്ളൂ ചായ. അങ്ങനെയാണ് കേട്ടോ. അപ്പം എല്ലാം ഇളകി ഒരു നല്ല കളർ വരും. കണ്ടോ, ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉലുവ വറുത്ത് പൊടിക്കുകയാണ്. പൊടിയൊന്നും അങ്ങനെ വാങ്ങാറില്ല, എപ്പോഴും വറുത്ത് പൊടിക്കുക തന്നെ ചെയ്യാറ്. അതുപോലെ മസാലകളെല്ലാം വീട്ടിൽ
വറുത്ത് പൊടിക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. ഇപ്പോൾ ചുമന്നുളകും പിന്നെ സവാള പോട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചു പാനിലിട്ട്. ഇപ്പോൾ കടുക് പൊട്ടിക്കാനാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ എന്താടാ ഉലുവ ഇടും. ഉലുവ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം കടുക് ഇടും. ഉലുവ ചൂടായി ഇല പൊട്ടിക്കഴിയുമ്പോൾ കടുകിടുക. കടുകിട്ടു. കടുക് പൊട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് എന്തിടും നമ്മൾ? വെളുത്തുള്ളിയും പിന്നെന്താ വെളുത്തുള്ളിയും മറ്റേ കണ്ടൻ്റെ പേരെന്ത് വരുന്നു? ചെറിയുള്ളി. വെളുത്തുള്ളിയും ചുമന്നുള്ളി അത് രണ്ടും കൂടി ഇടും. ഇത് പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ടു. പിന്നെന്താ ചുമന്നുള്ളി ഇട്ടു. ഇനി അതൊരു പരിവായി കഴിയുമ്പോഴാണ് ബാലൻസ് ഇടുക. മറ്റേ കറിവേപ്പിലയും ചുമന്ന മുളകും വേഗം ആവുമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരു കളറ് ഒരു ലൈറ്റ് ഷെയ്ഡ് എത്തി കഴിയുമ്പോൾ അത് രണ്ടും ഇടും ഇതിൻ്റെ അകത്തേക്ക്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോനും അമ്മയും കിടന്ന് വർത്താനം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവർ രണ്ടുപേരും അവിടെ കിടന്ന് നല്ല ബഹളമാണ്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ അമ്മയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കളർ എത്തിയില്ലേന്ന് നോക്കിക്കേ. ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് വെളുത്തുള്ളിയും മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചുമന്ന മുളകും കറിവേപ്പിലയും എന്തിടാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും കേട്ടില്ല കേട്ടോ. അങ്ങനെ താരം രണ്ടും വന്നു. ഇത് രണ്ട് എന്താ അറിയില്ല, ഈ കടുവ വറുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം അവിടെ, അതെന്താണെന്നറിയില്ല. അതുപോലെ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റുള്ള പോലെ തോന്നും. അപ്പോൾ എൻ്റെ മാത്രം തോന്നലാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും കേട്ടോ. അതാ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടിയും ഇടും. മുളക് പൊടിയല്ല, കാശ്മീരി ചില്ലി ഇടും. അങ്ങനെ അതും ഇടും. നമ്മുടെ മോരുകറിക്ക് ഒരുപാട് എരിവൊന്നും നമ്മളിടില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതും ഇട്ടു. ഇനി നമ്മുടെ മോരുകറി ഓഫ് ചെയ്ത് വെച്ചിക്കോട്ടോ, അത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മോരുകറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മോരുകറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കണം, എന്നാലാണ് പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് ആവുക കേട്ടോ. അപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കുമ്പോൾ ടേസ്റ്റും കൂടെ കൂടുമല്ലോ. അപ്പോൾ ഇനി ഇതിരുന്ന് ഇച്ചിരി കൂടെ ടൈറ്റ് ആവും കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ വെള്ളം പോലെയൊന്നും അല്ല, ഇത് ചൂടാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ മാറി കഴിയുമ്പോഴേ അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ സെറ്റായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.